എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞു. നമുക്ക് ഇന്ന് വാക്യത്തിലേക്ക് കടക്കാം. ഞാൻ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ആദ്യത്തെ 11 വരെയുള്ള വാക്യങ്ങൾ ഐക്യതയിൽ എങ്ങനെ നടക്കണം എന്നതിനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചതുപോലെ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ഉപദേശം ആണ് നമ്മോട് പറഞ്ഞത്. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആ കിട്ടിയ ഉപദേശത്തിനനുസരിച്ച് നാം എങ്ങനെ പ്രവർത്തിക്കണം. ഡോക്ട്രിൻസും അതുപോലെ തന്നെ 3 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ഡോക്ട്രിൻസ്, അതുപോലെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അധ്യായങ്ങൾ നമ്മളുടെ ഡ്യൂട്ടി ഈ ലോകത്തിൽ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഐക്യതയിൽ നമുക്കറിയാം, എല്ലാവരും ഐക്യതയിൽ നടക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ. അപ്പം സഭയിൽ ഐക്യതയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ദൈവത്തിന്റെ വലിയൊരു കൃപ വേണം. ദൈവത്തിന്റെ കൃപയാൽ മാത്രമേ നമുക്ക് ഐക്യതയിൽ നടക്കുവാനായിട്ട് നടക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അപ്പം നമ്മൾ ഒരു ശരീരത്തിൽ അവയവങ്ങളെല്ലാം ഐക്യതയിൽ നടക്കുന്ന, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഐക്യതയിൽ ഇരിക്കുന്ന, ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിന്റെ സഭയിലെ അംഗങ്ങളും ഐക്യതയിൽ നടക്കണം എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഐക്യതയിൽ നടക്കണമെങ്കിൽ ഇവിടെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മിൽ കുറച്ച് സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, നമ്മൾ ഈ ഐക്യതയിൽ നടക്കണമെങ്കിൽ നമ്മൾ ആ സഭയിൽ ഒരു 7 അടിസ്ഥാന സംഗതികൾ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ശരീരം 1, ആത്മാവ് 1, കർത്താവ് ഒരുവൻ, ദൈവം 1, വിശ്വാസം 1, സ്നാനം 1, ശരീരം 1. അങ്ങനെ 7 അടിസ്ഥാന കാര്യങ്ങൾ ദൈവം നമുക്ക് സഭയിൽ തന്നിരിക്കുന്നു ഐക്യതയിൽ നടക്കേണ്ടതിന് വേണ്ടി. അത് എല്ലാവർക്കും ഒന്നാണ്. എല്ലാവർക്കും വിശ്വാസം 1, എല്ലാവർക്കും ആത്മാവ് 1, എല്ലാവർക്കും ശരീരം 1, അങ്ങനെ എല്ലാം ഒന്ന് തന്നെയാണ്. അത് കഴിഞ്ഞ് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലെ ഈ ഐക്യത ഈ സഭയിൽ വരാൻ വേണ്ടി ദൈവം സഭയിൽ ചില ശുശ്രൂഷകൾ തന്നിരിക്കുന്നു. ശുശ്രൂഷകൾ എന്ന് പറയുമ്പോൾ ശുശ്രൂഷകന്മാരെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ എന്നിങ്ങനെ 5 വിധ ശുശ്രൂഷകൾ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ കണ്ട് എല്ലാവരിലും ഒന്നാണ്. പക്ഷെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് ഓരോരുത്തർക്കും ഓരോ വരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. കാരണം ഐക്യതയിൽ നടക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഐക്യതയിൽ നടക്കത്തുള്ളൂ. അത് ദൈവത്തിന്റെ കൃപയാലാണ് നടക്കുന്നത്. ആ ഐക്യതയിൽ നടക്കുന്നതിന് വേണ്ടി ദൈവം നമ്മളിൽ 7 അടിസ്ഥാന, എല്ലാവരിലുമായി സഭയ്ക്ക് 7 അടിസ്ഥാന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് സഭയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി സഭയിൽ 5 ശുശ്രൂഷകളും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമുക്ക് ഇനി വാക്യത്തിലേക്ക് കടക്കാം. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കാൻ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. പൗലോസ് നമുക്കറിയാം, ഇത് റോമയിലെ കാരാഗൃഹത്തിലിരുന്ന് എഫേസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്ന വചനമാണ്. അത് താൻ കർത്തൃസേവ നിമിത്തമാണ് ബദ്ധനായിരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിന്റെ ബദ്ധനാണ് എന്നാണ് പറയുന്നത്. നമ്മൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതായിട്ട് ഞാൻ അവിടെ വിശദമായിട്ടൊന്നും പറയുന്നില്ല. പൗലോസ് പറയുന്നു, ഞാനിപ്പോൾ തടവറയിൽ
തടവറയിലായിരിക്കുകയാണ്. ക്രിസ്തുവിനെ പ്രസംഗിച്ചതിനാണ്, ക്രിസ്തുവിന്റെ സേവ നിമിത്തമാണ് ഞാൻ ബദ്ധനായിരിക്കുന്നത് എന്ന് പറയുന്നത്. അത് നമ്മളെയും ഓർപ്പിക്കുന്നത് ക്രിസ്തുവിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്ന് മാത്രമല്ല, വിശ്വസ്തയോടെ പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ ഒരു വില കൊടുക്കേണ്ടതാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഈസി ആയിട്ടുള്ള ജീവിതമല്ല, അത് കോസ്റ്റ്ലി ആണ്. പക്ഷെ ബുദ്ധിമുട്ടാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നടത്തുവാൻ പ്രാപ്തരാണ്. എത്ര പ്രതികൂലങ്ങൾ ഉണ്ടായാലും അതിന്റെ ഇടയിൽ അനുകൂലമായി നടത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഇവിടെ പൗലോസ് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, ക്രിസ്തീയ ജീവിതം വെറുതെയുള്ള ജീവിതമല്ല. കാരണം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനെ പ്രസംഗിച്ചതുകൊണ്ടാണ് ഇവിടെ തടവറയിലായിരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും, വിശ്വാസി എന്ന് പറയുന്നവർ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകാം. പക്ഷെ അതിന്റെയൊക്കെ നടുവിൽ ദൈവം നമ്മെ നടത്തുവാൻ പ്രാപ്തനാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ഈ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി നിത്യ തേജസ്സിന്റെ വലിയ ഖനം ഞങ്ങളിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരുമെന്ന് പറയുന്നുണ്ട്. ഇത്രയേറെ കഷ്ടങ്ങൾ അനുഭവിച്ച പൗലോസ് വലിയൊരു പ്രത്യാശയോടുകൂടെ മുന്നിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു, അല്ലെ? നമ്മളൊരു ഭാവിയിലേക്ക് ഒരു പ്രത്യാശയുണ്ട്, സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഈ ഭൂമിയിൽ നമ്മൾ ആണെങ്കിലും നമ്മെ ദൈവം എവിടെയായി ഇരുത്തിയേക്കുന്നത്? സ്വർഗത്തിലായി ഇരുത്തിയിരിക്കുന്നത്, അല്ലെ? ആ ഒരു പ്രത്യാശയിലേക്ക് നോക്കിയാണ് പൗലോസ് ഇരിക്കുന്നത്. അല്ലാതെ കയ്യിൽ 2 ചങ്ങലയുണ്ടെന്നോ, ഞാനൊരു 4 ഭിത്തിക്കകത്ത് ഇങ്ങനെ ഇരിക്കുവാണെന്നോ, എന്താ പറയുന്ന കൈസറിന്റെ ബന്ധനത്തിലാണെന്നോ ഒന്നുമല്ല പറഞ്ഞ്, ക്രിസ്തുവിന് വേണ്ടി ബദ്ധനായിരിക്കുകയാണ്. എനിക്കൊരു പ്രത്യാശയുണ്ട്, ആ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്ന അവരോടുള്ള പ്രബോധനം എന്താണ്? വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ 2ഉം 3ഉം അധ്യായങ്ങളിൽ നമ്മളോട് പറഞ്ഞത് എന്തായിരുന്നു? നമ്മളെ ഉയർത്തിയിരിക്കുക. എവിടോട്ടാ ഉയർത്തിയിരിക്കുന്നത്? ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക, അല്ലേ? എവിടുന്നാ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച്, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ ഇരുത്തിയിരിക്കുന്നത്? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. അപ്പൊ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന ഇവിടെ എങ്ങനെയാ നടക്കണം? വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. ഇരുത്തിയിരിക്കുമ്പോൾ എവിടെയാ ഇരുത്തിയിരിക്കുന്നത്? പാപച്ചെളിയിലല്ലല്ലോ. ഇപ്പം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുമ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്നതിനനുസരിച്ചുള്ള നടപ്പ് നാം ഭൂമിയിലും ഉണ്ടായിരിക്കണം എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നടക്കുക എന്ന പദം ഈ അധ്യായത്തിൽ ഒരു താക്കോൽ വാക്യമാണ്, ഒരു കീവേഡാണ്. 7 പ്രാവശ്യം ഈ അധ്യായത്തിൽ നടക്കുക എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു പോകാം, എഴുതേണ്ടവർക്ക് മാത്രം. 2-ന്റെ 2, 10, 4-ന്റെ 1, 17, 5-ന്റെ 2, 9, 15. ഒന്നുകൂടെ പറയാം. 2-ന്റെ 2, 2-ന്റെ 10, 4-ന്റെ 1, 4-ന്റെ 17, 5-ന്റെ 2, 9, 15 എന്നീ വാക്കുകൾ പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിൽ നമ്മൾ നടക്കുക എന്ന പദം അർത്ഥമാക്കുന്നത് നമ്മുടെ ദിനംതോറുമുള്ള ജീവിതം, ഡേ ടു ഡേ ലൈഫ്. എങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൽ നാം പഠിച്ച ഉപദേശങ്ങളൊക്കെ ജീവിതത്തിൽ പ്രയോഗ്യമാക്കി നടക്കും എന്നുള്ളതാണ്. വചനം അനുസരിച്ച് നടക്കുക, ദിനംതോറുമുള്ള നമ്മുടെ സ്വഭാവം എന്നതാണ് നടക്കുക എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ നടക്കേണ്ടതെന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം. വിളിച്ചിരിക്കുന്ന വിളി ആരാ നമ്മെ വിളിച്ച്? ക്രിസ്തു നമ്മെ വിളിച്ചു. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് നമ്മെ ദൈവം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ആ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ എന്ന നിലയിലായിരിക്കണം നാം നടക്കേണ്ടത്. അപ്പൊ നാം പണ്ട് ഇരുളിലായിരുന്നു, ഇരുളിൽ നമ്മെ വെളിച്ചത്തിലേക്ക് ദൈവമാക്കിയിരിക്കുന്നു. അപ്പൊ നാം വെളിച്ചത്തിനുള്ളവരായി നടക്കണം. ഒരു വാക്യം മാത്രം വായിച്ചു പോകാം. എഫേസ്യ ലേഖനം 5-ന്റെ 8-9 വാക്യങ്ങൾ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, അല്ലെ? നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. അപ്പോൾ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കുക. ഇരുട്ടുള്ളവർ ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ വെളിച്ചത്തിൽ വന്ന് നാം വെളിച്ചത്തിന്റെ പ്രവൃത്തി ചെയ്യുക വേണം. അപ്പം ക്രിസ്തുവിലും സ്വർഗത്തിലുമാണ് നമ്മെ ആക്കിയിരിക്കുന്നത്. നാം ക്രിസ്തുവിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ നാം ഭൂമിയിലും അതേ സ്വഭാവം തന്നെ കാണിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പ്രസിഡന്റിന്റെ മകൻ പ്രസിഡന്റിന്റെ പദവിക്ക് അനുസരിച്ച് നടക്കുന്നത് പോലെ
സ്വർഗീയ രാജാവായ ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മൾ ആ പദവിക്കനുസരിച്ച് ഈ ഭൂമിയിൽ നടക്കണം. നമ്മുടെ മക്കൾ നേരെ ചൊവ്വേ നടന്നില്ലെങ്കിൽ അതിന്റെ പഴിയൊക്കെ നമുക്കാ കിട്ടുന്നത്, അല്ലേ? ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കുന്നല്ലേ, നമുക്ക് നാണക്കേട് ഉണ്ടാക്കും. അതുകൊണ്ട് നാം ഇങ്ങനെയൊന്ന് ചിന്തിച്ചാൽ മതി, നമ്മുടെ അപ്പന് നാണക്കേട് നമ്മൾ ഉണ്ടാക്കാത്ത വിധത്തിൽ നേരെ ചൊവ്വെ ദൈവത്തിന്റെ കൃപയിൽ നടക്കണം എന്നുള്ളതാണ്. അപ്പം ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ മക്കളാണ് നമ്മളെ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ സ്വഭാവം നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ നടക്കുമ്പോൾ കാണിക്കണം എന്നുള്ളതാണ്. അപ്പം മറ്റു ലോകത്തുള്ള ഏത് മനുഷ്യരെക്കാളും പ്രധാനപ്പെട്ടതാണ് ക്രിസ്തുവുള്ള ജീവിതം എന്ന് പറയുന്നത്. വെറുതെ നമ്മളെ വീണ്ടെടുത്തതല്ല, തന്റെ പുത്രന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തതായപ്പോൾ നാം എത്രത്തോളം ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ നാം വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. നമുക്ക് നടക്കാൻ അറിയത്തില്ലെന്ന് പറയാനൊക്കത്തില്ല. കാരണം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ നടക്കണ്ടേന്നല്ലേ, ഉപദേശങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ച് നാം നടക്കേണ്ടതാണ്. നമ്മളെ നമ്മുടെ ആ പാപച്ചെളിയുന്ന കുഴിയിൽ നിന്നാണ് നമ്മെ വീണ്ടെടുത്തത് ഓർക്കുമ്പോൾ ദൈവത്തിന് എത്രത്തോളം നമ്മൾ ഉള്ളവരായിരിക്കണം. നമ്മൾ ഈ ലോകത്തില് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉപകാരമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജീവിതകാലം മുഴുവൻ അവർ ചെയ്ത ഉപകാരത്തെ ഓർക്കും, അല്ലേ? നമ്മൾ നന്ദിയുള്ളവരാ. ഈ ചെറിയ സംഗതികളെക്കുറിച്ച്, നമ്മൾ ഈ ലോകത്തിലെ ചെറിയ സംഗതികളെക്കുറിച്ച് നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ നമ്മളെ ആ വീണ്ടെടുത്ത ആ നിത്യ നരകത്തിന്റെ അവകാശത്തിൽ നിന്ന്, അല്ലെ സാത്താന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച്, ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച് ഈ നിത്യ നരകത്തിന് നമ്മെ അവകാശികളാക്കാതെ, നമ്മളെ അവിടോട്ട് പറഞ്ഞടിക്കാതെ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന് നമ്മുടെ ആ ഒരു നിത്യ രാജ്യത്തിലേക്ക് നമ്മെ ആക്കി തീർത്ത ദൈവത്തിന് എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തോട് നാം എത്രത്തോളം അനുസരണമുള്ളവരായിരിക്കണം. നമ്മൾ ആ ഗ്രേവ്യാർഡിൽ നമ്മെ ആ ത്രോണിലേക്ക് ദൈവം ഉയർത്തിയിരിക്കുകയാണ്. അപ്പം നമ്മെ വിളിച്ചിരിക്കുന്ന ഇവിടേക്ക് യോഗ്യമാണ്. ഈ ലോകത്തിലെ ആരുടെയും മക്കളെന്ന് പറയുന്നതിനേക്കാളും സ്വർഗീയ പിതാവിന്റെ മക്കളാണ്. അപ്പൊ ആ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നാം നടക്കണം. അപ്പൊ ഇനി 2 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന 2ഉം 3ഉം വാക്യങ്ങളിൽ പറയുന്നു നാം എങ്ങനെയുള്ള നടപ്പായിരിക്കണം നമ്മുടെ എന്നാണ് അവിടെ പറയുന്നത്. എങ്ങനെ നമ്മൾ നടക്കണമെന്ന് പറയുന്നു. 2ാമത്തെ വാക്യം ഞാൻ വായിക്കാം. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യുവിൻ. അപ്പം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം. അപ്പൊ ഈ നടപ്പ് നടക്കണമെങ്കിൽ നമ്മൾക്ക് തനിയെ ചെയ്യുവാൻ കഴിയുന്നതല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൃപയാലാണ് നമ്മൾ ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകുന്നത്. നാം ക്രിസ്തുവിങ്കലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്ന് ക്രിസ്തുവിന് അനുരൂപമായ ഒരു ജീവിതം നയിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെയുള്ളപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലേ, കർത്താവെ ആത്മാവിന്റെ ഫലം ഞങ്ങളിൽ നിറയ്ക്കണമെന്നല്ലേ. ആത്മാവിന്റെ ഫലം എന്നാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇവയൊക്കെയാണ് നമുക്ക് സഭയിലും ഐക്യത്തിൽ നടക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല, സഭയിലും ഐക്യതയിൽ നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നത് ഇവയാലാണ്. അപ്പം പൂർണ്ണ വിനയം ഉണ്ടായിരിക്കണം, സൗമ്യത ഉണ്ടായിരിക്കണം, ദീർഘക്ഷമയുണ്ടായിരിക്കണം, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം ക്രിസ്തുവിന്റെ സ്വഭാവം പ്രദർശിപ്പിക്കുന്നവരായിരിക്കണം. വിനയം, അത് വെറും വിനയമല്ല, പൂർണ്ണ വിനയം, ലോലിനെസ്, ഹ്യൂമിലിറ്റി. ഞാൻ പറഞ്ഞതുപോലെ ആ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ, അല്ലെ നമ്മിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് മൂലം നമുക്കുണ്ടാകുന്നതാണ് വിനയം എന്ന് പറയുന്നത്. വിനയം എന്ന് പറയുന്നത് കലർപ്പില്ലാത്ത താഴ്മ അഭിനയിക്കുന്നവരുണ്ട്, അതല്ല, കലർപ്പില്ലാത്ത താഴ്മയാണ് വിനയമെന്ന് പറയുന്നത്. അവിടെ വിനയം നമ്മുടെ ഒന്നുമില്ലായ്മയെ കുറിച്ച് നമ്മളെ ബോധ്യം വരുത്തുകയും മറ്റുള്ളവരെക്കാൾ
നമ്മേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. നമ്മളുടെ ഒന്നുമില്ലായ്മയെക്കുറിച്ച് നമുക്ക് ബോധം വരും, നാം ആരുമല്ല എന്നുള്ള ബോധം വരികയും മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുകയും ചെയ്യുന്ന അവസ്ഥ. ഒരു ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾ വിനയമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വിനയം പോയി എന്നാ, നമുക്ക് വിനയമില്ലെന്നാ പറയുന്നത്. അപ്പം നമ്മൾ വിനയമുണ്ടെന്ന് നമ്മൾ പറയുമ്പം ഇച്ചിരി അഹങ്കാരം നികളൊക്കെ കൊണ്ട് അത് പറയുന്നത്. അപ്പം നമ്മൾ പൂർണ്ണ വിനയത്തോടെ ഉള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. അപ്പം കർത്താവിൻ്റെ നുകത്തിൻ കീഴാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ നുകം ഏറ്റിരിക്കുന്ന എല്ലാവരും കർത്താവിന് സ്വഭാവത്തിൽ നടക്കണം. ഒരു നുകം എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ കണ്ടത്തിൽ പൂട്ടുന്നതല്ലേ, ആ രണ്ട് സൈഡിലും ഓരോ കാളയെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ വെച്ചിരിക്കുമ്പോൾ ആ എങ്ങനെ നടക്കണമെന്ന് ആ നുകം കൊണ്ട് പോകുന്ന, കലപ്പയം കൊണ്ട് പോകുന്ന ആൾ പറയും, അതിനനുസരിച്ച് നടക്കാൻ ഒക്കത്തുള്ളൂ. അപ്പം ക്രിസ്തുവിനുമായി നമുക്ക് നുകത്തിൽ വെച്ച് കെട്ടിയിരിക്കുക. അപ്പം ക്രിസ്തു പറയുന്നത് പോലെ നാം നടക്കണം, ക്രിസ്തുവിന് അനുരൂപമായി നടക്കണം. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ പറ്റി പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ക്രിസ്തുവേശുവിനുള്ള സ്വഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയും. നമുക്കൊന്ന് വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. അപ്പം സൗമ്യതയല്ല, വിനയം എങ്ങനെ ഉണ്ടാകണം എന്നവിടെ പറഞ്ഞിരിക്കുന്നു. 2 നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കും. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായല്ലേ? പക്ഷേ ആത്മാവ് നമ്മൾ ഉള്ളത് കൊണ്ട് ആത്മാവിനാൽ അത് സാധിക്കും. 3 ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവേൻ. ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. 5, 6, 7, 8 വാക്യങ്ങൾ നമുക്കറിയാം, ഞാൻ വായിക്കുന്നില്ല. ആ ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോളം സമത്വം ഒന്നും മുറുകെ പിടിക്കാതെ ദാസവേഷമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നു മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണ ഉള്ളവനായി തീർന്ന ക്രിസ്തുവിന്റെ മാതൃക നമ്മളിലും, അല്ലെങ്കിൽ ആ ഒരു ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കണം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. നിഗളമെന്ന് പറയുന്ന ദൈവസന്നിധിയിൽ ഏറ്റവും നികൃഷ്ടമായ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കാം, സൗമ്യത. പൂർണ്ണ വിനയം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക, നാം ഒന്നുമില്ലാത്തവരെന്ന് ചിന്തിക്കുക, മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുക, ക്രിസ്തുവിന്റെ നുകത്തിൻ കീഴിലായിരിക്കുക. അടുത്തത് സൗമ്യത. മീക്ക്നെസ്, ജെന്റിൽനെസ്. മീക്ക്നെസ്സിന് നമ്മൾ ഉദാഹരണം പറയുമ്പോൾ ക്രിസ്തുവിന്റെ സൗമ്യത, മോശയുടെ സൗമ്യത ഒക്കെ നമ്മൾ പറയും അല്ലേ? അപ്പം സൗമ്യത നമ്മൾ കൊലോസ്യ ലേഖനം 3:12 ഇങ്ങനെ കാണുന്നുണ്ട്, വായിക്കുന്നില്ല. നിങ്ങൾ സൗമ്യത ധരിക്കണം എന്ന് പറയുന്ന, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ ഫലമാണ് സൗമ്യത എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിൽ നടക്കുന്നതിനാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമുക്ക് ലഭിക്കുന്നതാണ് സൗമ്യത. അപ്പം ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ നടക്കുകയും മനുഷ്യന്റെ ക്രൂരതയ്ക്കെതിരെ പ്രതികാരം ചെയ്യാതെയും ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് സൗമ്യത എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ നടക്കുകയും മനുഷ്യന്റെ ക്രൂരതയ്ക്കെതിരെ പ്രതികാരം ചെയ്യാതെയും ഇരിക്കുന്ന അവസ്ഥ. നമുക്കറിയാമല്ലോ മോശയുടെ അവസ്ഥ. മിരിയാമും അഹരോനും മോശയോട് ദേഷിച്ചപ്പോൾ, എതിർത്ത് നിന്നപ്പോൾ മോശ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, ഒരക്ഷരം പോലും വേണ്ടിയില്ല. പക്ഷേ ന്യായപ്രമാണ 10 കൽപ്പനയൊക്കെ കൊടുത്തിട്ട് കല്ലുകളൊക്കെ എഴുതി കർത്താവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട്, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചു വന്നപ്പം താഴെ ആദ്യത്തെ കൽപ്പന തന്നെ ഉടച്ചു കളഞ്ഞപ്പോൾ എന്തോ ചെയ്ത മോശ? ദൈവം എഴുതി കൊടുത്ത കൽപ്പലകയാണെന്നൊന്നും വിചാരിച്ചില്ല, അത് പൊട്ടി ദൂരെ കളഞ്ഞു. അപ്പം എന്താ,
ദൈവത്തിന്റെ നീതിക്ക് കർത്താവ് അങ്ങനെയല്ലേ ചെയ്തത്? കർത്താവ് എന്താ ചെയ്തത്? യെരുശലേം ദേവാലയത്തില് മ്ലേച്ഛത നടന്നപ്പോഴേ, അല്ലെങ്കിൽ അവിടെ അവിടെ ആ വാണിജ്യ സാധനങ്ങളൊക്കെ അവിടെ വിറ്റേന്ന് വാങ്ങിയൊക്കെ ചെയ്തപ്പോൾ അവിടെ ചെന്നിട്ട് എന്താ ചെയ്തേ? കർത്താവ് ചാട്ടവാർ എടുത്തു. തന്നെ നിന്ദിച്ചപ്പോൾ താൻ ഒന്നും പറഞ്ഞില്ല. ദൈവനാമത്തിനെതിരായി പ്രവർത്തിക്കുന്നിടത്ത് പ്രതികരിക്കുകയും നമ്മോട് സ്വന്തമായി നമ്മെ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ പ്രതികരിക്കാതിരിക്കുന്ന അവസ്ഥ. മോശയുടെ കാര്യം നമുക്കൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 12-ന്റെ 1, 2, 3 എടുക്കണമെന്ന് നിർബന്ധമില്ല. മോശ ഒരു ക്രൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് ക്രൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ ഞങ്ങളോട് അരുളി ചെയ്തിട്ടുള്ളവോ? ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. യഹോവ കേട്ടു, മോശയും കേട്ടു, പക്ഷെ മോശ പ്രതികരിച്ചില്ല. അപ്പം ദൈവോടെ പറയുകയാണ്, മോശ എന്ന പുരുഷനോ ഭൂലോകത്തുള്ള ഈ സകല മനുഷ്യരെക്കാളും അതിസൗമ്യനായിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം നമ്മോട് എതിർക്കുന്നവരെ സൗമ്യത നാം പാലിക്കുക, നാം എതിർക്കാതിരിക്കുക. നമ്മൾ ചിലപ്പം പറയൂ, അവര് തെറ്റാ ചെയ്യുന്ന, എനിക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സത്യമെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാം. വേണ്ടെന്നേ, കർത്താവ് പറഞ്ഞു കൊടുത്തോളും. അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കുന്നതാണ് ദൈവമക്കളുടെ സ്വഭാവമെന്ന് പറയുന്നത്. റോമാലേഖനം 12-ന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം 12-ന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് വായിച്ചു പോയാൽ മതി, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിപ്പിൻ. ഇവിടെ പറഞ്ഞ കഴിയുമെങ്കിൽ, എപ്പോഴും കഴിയത്തില്ല, പക്ഷെ നിങ്ങളാലാവോളം സമാധാനമായിരിപ്പീൻ. നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുതെന്നൊക്കെ, കോപിക്കാതിരിക്കണമെന്നൊക്കെ പറയാം. കോപിക്കാം, പക്ഷെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്, അത് പ്രതികാരമായി പോകും. അതുകൊണ്ട് കോപിക്കരുതെന്നൊക്കെയാണ് പറയുന്നത്. കോപിക്കാം, പക്ഷെ അത് വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങളാലാവോളം സമാധാനമായിരിപ്പീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടകൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നു എങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്നെഴുതിയിരിക്കുന്നത്. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. പ്രതികാരം ചെയ്യണ്ട, ദൈവത്തിന്റെ പ്രതികാരം, എന്താ പറയുന്നത്, പ്രതികാരം എനിക്കുള്ള പകരം ചെയ്യും. ദൈവകോപത്തിന് നാം ഇടകൊടുക്കരുത്. നാം നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ, നമ്മൾ പഴയ നിയമത്തിലാകുമ്പോൾ കണ്ണിന് പകരം കണ്ണ്, എന്താ പറയുന്നത്, പല്ലിന് പകരം പല്ലെന്നൊക്കെ ആയിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനൊന്നും അല്ല. നിന്റെ ഒരു മുഖത്തടിക്കുന്നവന് മറ്റേ മുഖം കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം നാം പ്രതികാരം ഒന്നും ചെയ്യണ്ട, മറ്റുള്ളവർക്ക് പ്രതികാരം കൊടുക്കണമെന്ന് പറയാ വേണ്ട. നാം സൗമ്യതയോടെ ഇരിക്കുക. നമ്മോട് എതിർക്കുന്നവരെ നാം സൗമ്യതയുടെ ആത്മാവിൽ നാം ക്ഷമിക്കുക. അത്രയും മാത്രമാണ് പുതിയ നിയമത്തിലെ ദൈവത്തിന് നമ്മോടുള്ള കൽപ്പന എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് അനുസരിക്കുന്നവരായി ക്രിസ്തു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, നാം ആരുടെ മുഖത്തിന് കീഴിലായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മെ കാണുന്നവർ ആ സൗമ്യത കണ്ടു പഠിക്കട്ടെ. കാരണം മറ്റുള്ളവർ നമ്മോട് കോപിക്കുമ്പോൾ നമ്മൾ മിണ്ടാതെ ഇരിക്കുവാണെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി അവർ നമ്മോട് ചോദിക്കുവാനായിട്ട് ഇടയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യേണ്ട, നമ്മൾ ആവോളം സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായതൊന്ന് മുൻകരുതി സകല മനുഷ്യരോടും സമാധാനമായിരിക്കുക. ഇനി ദീർഘക്ഷമ, മൂന്നാമത് പേഷ്യൻസ്, ലോങ് സഫറിങ്. ക്ഷമയുണ്ടോ നമുക്ക്? പിന്നല്ലേ ദീർഘക്ഷമ അല്ലേ. ലോങ് സഫറിങ് എന്ന് പറയുമ്പോൾ
തുടർമാനമായ പ്രകോപനത്തിന്റെ ഇടയിലും നാം അവരോട് ക്ഷമിക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പൊ ആരെങ്കിലും നമ്മെ തുടർച്ചയായി വഴക്കു പറയുകയും ശല്യപ്പെടുത്തുകയും നമ്മുടെ പുറകെ വന്ന് കോലുകൊണ്ട്, നമ്മൾ പറയത്തില്ലേ, കോലുകൊണ്ട് കുത്തിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മ സമതുലിത ആമായ ഒരു ചിന്താഗതി, ഒരു സ്വഭാവം ഉണ്ടായിരിക്കുകയും പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുക. കോപിക്കരുത് അവരോട്, തിരിച്ച് അവരോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയാം, തുടർമാനമായ പ്രകോപനത്തിലും സമതുലിതമായ മനോഭാവം, എന്നിട്ട് അതിനെ ക്ഷമിക്കുന്ന ഒരവസ്ഥ. ഒരാൾ നമ്മളെ തുടർച്ചയായി നമ്മളോട് കലഹിക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, നമ്മുടെ പുറേ നടന്ന് നമ്മളെ ശല്യപ്പെടുത്താൻ നോക്കുന്നു, മിണ്ടാതിരിക്കുക, സമാധാനമായിരിക്കുക. ബുദ്ധിമുട്ടാ, ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷേ കുറച്ച് നാൾ വായൊക്കെ ഒന്ന് അടച്ചു നോക്കിയേ നമുക്കതൊക്കെ ചെയ്യുവാനായിട്ട് കഴിയും. കുറച്ച് നാൾ ചിലപ്പോൾ നമ്മൾ മനസ്സിൽ ദേഷ്യപ്പെടുമായിരിക്കും, പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും. പക്ഷെ കുറച്ച് കഴിയുമ്പം ദൈവത്തിന് കൃപ തരും. നമ്മൾ എപ്പോഴും പറയത്തില്ലേ, നമുക്ക് കർത്താവേ, നമുക്ക് ആത്മാവിൻ്റെ ഫലം തരണമേ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. പക്ഷെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മൾക്കെതിരെ കാണിച്ചില്ലേ, നമ്മൾ എങ്ങനെയാ ഈ സ്വഭാവമൊക്കെ നമ്മൾ രൂപപ്പെടുന്നത്, അല്ലേ? ആ രൂപപ്പെടണമെന്നെങ്കിൽ ആരെങ്കിലും നമ്മോട് കോപിക്കണം, എന്നാലേ സൗമ്യത ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ടൊക്കത്തുള്ളൂ, അല്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സൗമ്യതയും ദീർഘക്ഷമയൊക്കെ പഠിപ്പിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങളെ ദൈവം ഒരുക്കിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നാം ഒരിക്കലും ക്രിസ്തുവിന് അനുരൂപമായി തീരുകയില്ല. ക്രിസ്തുവിന് അനുരൂപമായി തീരണമെങ്കിൽ ഈ സ്വഭാവങ്ങളെല്ലാം നമ്മൾ രൂപപ്പെടണം. ഈ സ്വഭാവങ്ങളൊന്നും നമ്മൾ രൂപപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ഈ പരീക്ഷകളൊന്നും പാസ്സാകത്തുമില്ല. പരീക്ഷകൾ പാസ്സാകാൻ വേണ്ടി പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിക്കൊണ്ടേയിരിക്കും. ഇത് ജീവിതത്തിന്റെ പച്ചയായ സ്വഭാവങ്ങളാണ് ഞാൻ പറയുന്നത്, വേറെ എങ്ങും എടുത്തല്ല പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാ പഠിക്കേണ്ടത്. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ മാത്രമേ നമ്മളെ ദൈവം സൗമ്യതയും താഴ്മയും ദീർഘക്ഷമയും ഒക്കെ പഠിപ്പിക്കത്തുള്ളൂ. ഇതൊന്നും നമ്മളെ കൊണ്ട് ഒരു നിമിഷം കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല. ഞാൻ എപ്പോഴും ശൂന്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ദൈവത്തെങ്കിലേക്ക് കൂടുതലായിട്ട് അടുത്ത് വരുമ്പോൾ ദീർഘക്ഷമയെല്ലാം ദൈവം നമുക്ക് തരും. നമ്മൾ പിന്നെ ആരെയാ വിശ്വസിക്കുന്നത്? ദൈവത്തെ അല്ലേ വിശ്വസിക്കുന്നത്? നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പറയാം, എന്ത് നമുക്ക് ചോദിക്കാം. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന് നമുക്ക് തരുവാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതല്ലേ, ഷായഡോട് അനുസരിച്ച് മാറുന്ന ഒരു ദൈവമല്ല, നിത്യനായ ദൈവമാ. എന്തു വന്നാലും ദൈവത്തിനൊരു മാറ്റവുമില്ല. ദൈവം ശക്തനാണ്. നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്ന അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെന്നാ പറഞ്ഞത്. കാരണം ഒരു ശക്തിയല്ല നമ്മിൽ വസിക്കുന്നത് ദൈവമാണ് നമ്മിൽ വസിക്കുന്നത്. പരിശുദ്ധാത്മാവായ ദൈവം നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം രൂപപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് സൗമ്യതയുണ്ടാകണം, താഴ്മയുണ്ടാകണം, ദീർഘക്ഷമയുണ്ടായിരിക്കണം. അപ്പൊ ആത്മാവിന്റെ ഫലം നമ്മളിൽ രൂപപ്പെടണം. ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് മൂലമാണ് നമ്മൾ ഇതെല്ലാം രൂപപ്പെടുന്നത്. ഇനി അടുത്തത്, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. സ്നേഹം എന്താന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പൊ നാം ക്ഷമിക്കുക, സ്നേഹത്തിൽ ക്ഷമിക്കുക. സ്നേഹത്തിലാണ് നാം പൊറുക്കേണ്ടത്, ക്ഷമിക്കേണ്ടത്. ദൈവവും തൻ്റെ സ്നേഹത്തിലാണ് നമ്മോട് പൊറുത്തത്, അല്ലേ? സ്നേഹത്താൽ അവൻ നമ്മെ സ്നേഹിച്ച യരെമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പഴയ നിയമത്തിൽ അത് പറഞ്ഞെങ്കിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം നമുക്കത് കാണിച്ചു തന്നല്ലേ. സ്വന്തം പുത്രനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയ വലിയൊരു സ്നേഹം, അല്ലേ? നമ്മൾ ആരായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ, പാപത്തിന്റെ കുഴിയിലായിരുന്നവർ. നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം പറയുമ്പോൾ നമ്മൾ ബലഹീനരായിരുന്നു, നമ്മൾ അഭക്തരായിരുന്നു, നമ്മൾ ശത്രുക്കളായിരുന്നു, നമ്മൾ പാപികളായിരുന്നു. ദൈവത്തോട് ഒരിക്കലും സമാധാനം ഇല്ലാത്തവരും ഒരിക്കലും സമാധാനപ്പെടുവാൻ ഒരു യോഗ്യതയുമില്ലാത്തവരായിരുന്ന നമ്മെ ദൈവത്തിന്റെ നിത്യസ്നേഹത്താൽ വീണ്ടെടുത്തെങ്കിൽ ദൈവം നമ്മോടും പറയുന്നത് ക്രിസ്തുവിന്റെ അതേ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കണം. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും അന്യോന്യം സ്നേഹത്തിൽ പൊറുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന നമ്മള് 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൽ ഇങ്ങനെ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും
ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പൊ സ്നേഹത്തിന്റെ ഫലമാണ് ക്ഷമിക്കുക എന്നുള്ള. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. 1 പത്രോസ് 4:8 ഇങ്ങനെ പറയുന്നുണ്ട്, ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ സകലത്തിനും മുമ്പേ. 1 പത്രോസ് 4:8 സകലത്തിനും മുമ്പേ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറക്കുന്നു. കുറ്റം ചെയ്യുകയാണെങ്കിൽ, എത്ര കുറ്റം ചെയ്താലും സ്നേഹമുള്ളവരോട് നമുക്ക് ക്ഷമിക്കുവാനായിട്ട് കഴിയും. സ്നേഹിക്കുമ്പോൾ നമുക്ക് ക്ഷമിപ്പാനായിട്ട് കഴിയും. ക്ഷമ എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്നതാണ്. എഫേസ്യ ലേഖനം 4:31-32 എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടുപോകട്ടെ, വിട്ടു ഒഴിഞ്ഞു പോകട്ടെ എന്നാ പറയുന്നത്. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ദൈവം, നമ്മുടെ മാതൃക, ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും അന്യോന്യം ക്ഷമിക്കണം. അപ്പം മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും നമ്മൾ മനസ്സിലാക്കി അവരോട് ക്ഷമിക്കുക. പലവിധമായ കഴിവുകളും വിശേഷതകളും ഒക്കെ ഉള്ളവർ എല്ലാവരും ഒരുപോലെയല്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് അവരുടെ സ്വഭാവ സവിശേഷത മനസ്സിലാക്കി അവരോട് ക്ഷമിക്കുക. പുറത്തൊന്നും കാണിക്കുകയല്ല ചെയ്യേണ്ടത്, അകവും പുറവും ഒരുപോലെ ആയിരിക്കണം. അത് കർത്താവിൽ ക്ഷമിക്കുക, സ്നേഹത്തിൽ ക്ഷമിക്കുക, പൊറുക്കുക, അന്യോന്യം കരുതുക. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുക. പൂർണ്ണ വിനയത്തോടും ദീർഘക്ഷമയോടും കൂടെ നാം സൗമ്യതയോടും ദീർഘക്ഷമയോടെ നടക്കുക. ഇനി 5-മത്തത് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. ഇനി ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ആത്മാവിന്റെ ഐക്യത, യൂണിറ്റി ഇൻ സ്പിരിറ്റ്, അത് സമാധാന ബന്ധത്തിൽ കാക്കണം. എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൽ ഒരു ശരീരം ആകുന്നതിനാൽ എല്ലാവരിലും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. അപ്പൊ ഈ ഐക്യത എന്ന് പറയുന്നത് മറ്റു സ്ഥാപനങ്ങളിലോ സംഘടനകളിലോ ഉണ്ടാകുന്നതിനേക്കാളും ക്രിസ്തുവിന്റെ സഭയിൽ ഐക്യത ഉണ്ടാകുവാൻ കാരണമുണ്ട്. കാരണം എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാവരിലും വസിക്കുന്നത് ഒരേ ആത്മാവ് തന്നെയാണ്. ഒരു ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ കൂട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാകുന്ന സഭയിലെ എല്ലാ അംഗങ്ങളും ഐക്യതയിൽ ജീവിക്കണം. ഈ ഐക്യത എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സംഗതിയല്ല, സംഘടനാപരമായ ഒരു ഐക്യതയുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ഉളകാകുന്ന ഐക്യതയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്, സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്ത ഉണ്ടാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ ഉണ്ടായിരിക്കുന്ന ഐക്യത നാം കാത്തു സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. അപ്പം 1 കൊരിന്ത്യർ 12:12-13 പറയുന്നത്, ശരീരം വായിക്കാം. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നത് കൊണ്ട് എല്ലാവരിലും ഒരേ ആത്മാവാണ്. അതുകൊണ്ട് എല്ലാവരും ഐക്യതയിൽ നടക്കുവാൻ സഭയിൽ കഴിയും എന്ന് പറയുന്നുണ്ട്. 12:12-13 വാക്യങ്ങൾ. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങൾ ഉണ്ടായിട്ട് ഒരവയവങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരം എന്നല്ലേ പറയുന്നത്, അവയവങ്ങളെ കുറിച്ചല്ല. നമ്മൾ മൊത്തത്തിലൊരു ശരീരമായിരിക്കുന്നത് പോലെയാണ് ക്രിസ്തുവിന്റെ സഭയും. അവിടെ യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ്
ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അപ്പൊ എല്ലാവരിലും ഒരേ ആത്മാവാണുള്ളത്. എല്ലാവരിലും എല്ലാവരും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റുമാണ് ഇരിക്കുന്നത്, ഒരേ ആത്മാവിനെ പാനം ചെയ്തുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരിലുമുള്ള ഒരേ ആത്മാവാണ്. അതുകൊണ്ട് ഐക്യതയിൽ നടക്കുവാനായിട്ട് കഴിയും. കർത്താവ് സഭയെ രൂപീകരിച്ചപ്പോൾ ക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗത്താലാണ് രൂപീകരിച്ചത്. നമ്മളെ 2-ാം അധ്യായത്തിൽ അത് വിശദമായിട്ട് പഠിച്ചു. എങ്ങനെയായിരുന്നു യഹൂദന്മാരും യവനന്മാരും തമ്മിൽ വലിയൊരു വിടവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇരു കൂട്ടരും ദൈവവും തമ്മിൽ വലിയൊരു വിടവുണ്ടായിരുന്നു. ക്രിസ്തു ക്രൂശിൽ തന്റെ യാഗത്താൽ സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നെ ഒരു മനുഷ്യനായി സൃഷ്ടിച്ചു, അല്ലെ? അപ്പൊ യഹൂദന്മാരും യവനന്മാരും തമ്മിലുള്ള വിടവ് മാറി രണ്ടുപേരും ഒന്നായി. അതുപോലെ ഇവർക്ക് തമ്മിലും ദൈവവുമായി വിടവുണ്ടായിരുന്നു, സമാധാനമില്ലായിരുന്നു. ആ രണ്ട് കൂട്ടരെയും ക്രിസ്തുവിൽ ഒരുമിച്ചു. അപ്പോൾ യഹൂദന്മാരും യവനന്മാരും ഒരുമിച്ച്, അതാണായാലോ പെണ്ണാണെങ്കിലോ എന്തുമാണാകട്ടെ, സ്വതന്ത്രനാകട്ടെ ദാസനാകട്ടെ, പല ജാതിയാകട്ടെ, എന്താകട്ടെ, വർണ്ണമാകട്ടെ, കളറാകട്ടെ, എന്തുവാണേലും എല്ലാവരും ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. അതുകൊണ്ട് ഒരു ശരീരത്തിലെ അവയവങ്ങൾ ഐക്യതയിൽ ഇരിക്കുന്നത് പോലെ ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് സഭയിൽ ഐക്യതയുണ്ട്. അങ്ങനെയുള്ള ഐക്യത നാം സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക. സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ശരീരത്തിലെ ഒരു അവയവത്തിന് ബുദ്ധിമുട്ട് വന്നാൽ മറ്റ് അവയവങ്ങളെല്ലാം കൂടെ, കാരണം നമ്മുടെ കൈ ഒന്ന് പൊള്ളുകയാണെങ്കിൽ, അല്ലെ, ഒരു തീയുടെ അകത്തെത്തിയ ഉടനെ ബ്രെയിന് അത് മെസ്സേജ് കിട്ടും, ഉടനെ മറ്റേ കൈ അതിനെ ഹെൽപ്പ് ചെയ്യും, അല്ലെ? അങ്ങനെ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭയിലെ ഒരു അംഗത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരാൾക്ക് മുറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരോട് ക്ഷമിക്കുകയും, കുറ്റം ചെയ്താൽ അവരോട് ക്ഷമിക്കുകയും, അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ടും സൗമ്യതയോടെ സമാധാന ബന്ധത്തിൽ ഐക്യതയിലായിരിക്കാനാണ് ആയിരിക്കണം. റോമാലേഖനം ഞാനിപ്പം വായിച്ചത് തന്നെ ഒന്നുകൂടെ വായിച്ചേക്കാം. റോമാലേഖനം 12:16, 17, 18. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവീൻ. ആ വാക്യം മാത്രം വായിച്ചില്ല. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. സമാധാനമായിരിപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ വിനയം വേണം, സൗമ്യത വേണം, ദീർഘക്ഷമ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരോടും സമാധാനം കാണിക്കാനായിട്ട് കഴിയും. പിന്നെ നമ്മളെ പ്രകോപിക്കുന്നവരുടെ നേരെ, നമ്മളുടെ നേരെ എപ്പോഴും കുറ്റവും വഴക്കുന്നു പറയുന്നവരുണ്ടെങ്കിലും അവരോടും സൗമ്യതയിലും സമാധാനത്തിലും ദീർഘക്ഷമയിലും ഇരിക്കാൻ കഴിയുമ്പോൾ എല്ലായിടത്തും ദൈവത്തിന്റെ മക്കൾക്ക് ഐക്യതയിൽ ജീവിക്കുവാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 13:11 വാക്യം ഒന്ന് വായിച്ചു പോകാം. 2 കൊരിന്ത്യർ 13:11. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ. അവിടെ സഭയിലെ ആൾക്കാരോടാ പറയുന്നത്. സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരായിരിക്കും, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. നമ്മൾ സമാധാനത്തിൽ ഇരുന്നാൽ മാത്രമേ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ദൈവം നമ്മോട് കൂടെ ഇരിക്കും. സഭയിൽ ഭിന്നതയുണ്ടാകരുത്. ചുറ്റും നോക്കിയാൽ സഭകളിലെല്ലാം ഭിന്നതയല്ലേ? പണ്ടത്തെ സഭകളിൽ ഇത് തന്നെ ഉണ്ടായിരുന്നു. കൊരിന്ത് സഭയിൽ ഭിന്നപക്ഷങ്ങളുണ്ടായി. ഒരുവൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഒരുവൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഒരുവൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭിന്നപക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരോടും ദൈവം പറയുന്നുണ്ട്, പൗലോസ് പരിശുദ്ധാത്മാവിനാൽ പറയുന്നുണ്ട്, സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും, യഥാസ്ഥാനപ്പെടുവൻ, അല്ലെ? നിങ്ങൾ ഏക മനസ്സുള്ളവരായിരിക്കും, എന്നാൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. അപ്പം ഇവിടെ സഭയിൽ ഭിന്നതയുണ്ടാക്കരുത്. ഭിന്നതയുണ്ടാക്കുന്ന ആൾക്കാരോട് ക്ഷമിക്കുക, അവരെ യഥാസ്ഥാനപ്പെടുത്തുക. അത് നമ്മളെ ഗലാത്യ ലേഖനം 6-ാം അധ്യായം മുതലല്ലേ പറയുന്നത്.
ഒരുവൻ തെറ്റ് ചെയ്താൽ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തി. ഒരു പരീക്ഷയിൽ അകപ്പെട്ടാൽ സൗമ്യതയുടെ ആത്മാവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ശ്രമിക്കീൻ എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവരും നമുക്കറിയാം, ആരും ഒരേ സ്വഭാവമുള്ളവരാരും ഈ ലോകത്തിലില്ലല്ലേ. അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളും ഒരുമിച്ച് ചേർന്നിടത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് എല്ലാവരും ഒരേ സ്വഭാവമുള്ളവരായിരിക്കില്ല. എല്ലാവരും ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായാൽ മാത്രമേ ആ സമാധാനത്തിൽ ഇരിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ഒന്ന് യോഹന്നാൻ പറയുന്നത്, സഭയിൽ അല്ലെ ക്രിസ്തുവിന്റെ കുടുംബത്തിൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്, പല കാറ്റഗറിയിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, യൗവനക്കാരുണ്ട്, പിതാക്കന്മാരുണ്ട്. ആത്മീക വളർച്ചയുടെ അനുസരിച്ചിട്ട്. അപ്പൊ കുഞ്ഞുങ്ങള് തെറ്റുകൾ കാണിച്ചാൽ പിതാക്കന്മാർ അവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലേ, യഥാസ്ഥാനപ്പെടുത്തുക അവരെ. അതിനു വേണ്ടിയിട്ടാ സഭയില് പല രീതിയിലുള്ള ആൾക്കാർ. ഇന്ന് വരുന്നവര് ചിലപ്പം കുറ്റം കാണിച്ചെന്നിരിക്കും. അവര് ആത്മീയ വർധന പ്രാപിക്കുമ്പോൾ അവരും യഥാസ്ഥാനപ്പെടും. അപ്പൊ ആത്മീയ വർധനയുള്ളവർ, ക്രിസ്തുവിന്റെ അനുരൂപരായി ജീവിക്കുന്നവർ മറ്റുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുക, ക്ഷമിക്കുക, അന്യോന്യം പൊറുക്കുക. അപ്പം ആശയവിനിമയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുക. അപ്പൊ ആത്മാവിന്റെ ഐക്യത നമ്മൾ കാക്കുവാനായിട്ട് ശ്രമിക്കുക. ഐക്യത ദൈവം ഉണ്ടാക്കിയതാ, നമ്മൾ ഉണ്ടാക്കിയ ഐക്യതയല്ല. അത് ഐക്യത ദൈവം ഉണ്ടാക്കിയതാണ്. നമ്മൾ സമാധാനത്തോടെ ഇരുന്ന് അത് കാക്കുവാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് കർത്താവ്, ഇതെല്ലാം അറിയാവുന്ന കർത്താവ് ഈ ലോകത്ത് നിന്ന് വിട്ടു പോകുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നല്ലേ. ആ പ്രാർത്ഥിത എങ്ങനെയാ? ഞങ്ങൾ ഐക്യതയിലായിരിക്കുന്നത് പോലെ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഐക്യതയിലായിരിക്കുന്നത് പോലെ ഞങ്ങളിൽ വിശ്വസിക്കുന്നവരും ഐക്യതയുള്ളവരായിരിക്കണേ, അവര് ഒന്നായിരിക്കണമെന്ന് കർത്താവ് പ്രാർത്ഥിച്ചായിരുന്നല്ലേ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം വേറെ ആരുടെയും മാതൃക നോക്കണ്ട, കർത്താവിന്റെ മാതൃക നമുക്ക് നോക്കാം. യോഹന്നാൻ 17-20 മുതലുള്ള വാക്യങ്ങൾ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, അവിടെയും പ്രശ്നം ഉണ്ടായിരുന്നല്ലേ. ആര് ദൈവത്തിന്റെ കർത്താവിന്റെ വലത്ത് ഭാഗത്തിരിക്കും ഇടതു ഭാഗത്തിരിക്കുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് വേണ്ടിയും അല്ല പ്രാർത്ഥിക്കുന്നത്, ഇവര് മൂലം ഇനി വിശ്വാസത്തിൽ വരാനിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, അല്ലെ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിനും തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണമെന്ന് തന്നെ. അപ്പം പിതാവ് പരിശുദ്ധ ത്രിയേക ദൈവം ആ പേഴ്സണാലിറ്റീസ് തമ്മിൽ ഒരു ഐക്യത്തിനും ഇല്ലാതിരുന്നത് പോലെ സഭയിലെ ഓരോ അംഗങ്ങളും ഐക്യതയുള്ളവരായിരിക്കണം. ആ ഐക്യത ഉണ്ടാകാനാണ് ഒരേ ആത്മാവിനെ ദൈവം നമ്മിൽ തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരാത്മാവാ. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത വിഷയം എടുക്കുന്നത്. എല്ലാവരിലും ഒരേ സംഭവമാണല്ലോ. വിശ്വാസം എല്ലാവർക്കും ഒന്ന്, എല്ലാവർക്കും ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരേ ഐക്യതയിലും ആയിരിക്കണം എന്നാണ്. ക്രിസ്തുവിലുള്ള അതേ ഭാവം നമ്മിലും ഉണ്ടായിരിക്കണം. ആ ഭാവമാണ് തന്നെ നിന്ദിച്ചവരോടും എതിർത്ത് നിൽക്കാതെ ദൈവത്തെ താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നോട് എതിർത്തവരും എല്ലാം കർത്താവ് അനങ്ങാതിരുന്നല്ലേ. പക്ഷെ ദൈവനാമ ദൂഷണം പറഞ്ഞവരെ മാത്രമേ എതിർത്ത് നിന്നിട്ടുള്ളൂ, അല്ലെ. കർത്താവ് എല്ലാവരോടും കർത്താവ് ക്ഷമിച്ച്, തന്നെ മുഖത്ത് തുപ്പിയവരെ എല്ലാം ക്ഷമിച്ച്, കാൽവറി ക്രൂശിലായിരുന്നെങ്കിലും പറഞ്ഞ്, കർത്താവെ, ദൈവമേ, ഇവർ ചെയ്യുന്ന ഇന്നവർ അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന കർത്താവിന്റെ മാതൃക നമ്മളുണ്ടായിരിക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു പോകാം. കൊലോസ്യ ലേഖനം 3:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്, എന്തൊക്കെയാ ധരിക്കണ്ടേ?
മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പേൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ വാഴട്ടെ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഏക ശരീരമായി വിളിക്കപ്പെട്ടവർ ആത്മാവിന്റെ ഐക്യതയിൽ നടക്കണം. ആത്മാവിന്റെ ഐക്യതയിൽ നടക്കണം. അപ്പം കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന പൗലോസ് എഫേസോസിലെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്ന എങ്ങനെ? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നമ്മെ കർത്താവ് ഉന്നത വിളിയാലാണ് വിളിച്ചിരിക്കുന്നത്. ആ വിളി ഓർത്തിട്ട് ആ വിളിക്ക് യോഗ്യമാം വണ്ണം നാം നടക്കണം. ഇനി 4-ാമത്തെ വാക്യം, 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ 7 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് എല്ലാവരിലും ഒന്നാണ്. ഈ നമ്മൾ ആദ്യം മുതൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവരിലും രൂപപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇത് ദൈവം നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. രൂപപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ടല്ല, ക്രിസ്തുവിൽ വസിക്കുന്നത് മൂലം ദിനം ദിനമായി നമ്മൾ ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷങ്ങളാണ്. പക്ഷേ ഈ അടുത്ത 7 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. ആ 7 കാര്യങ്ങൾ നമ്മൾ ഉള്ളപ്പോൾ മാത്രമേ ഐക്യത സഭയിൽ ഉണ്ടാകുവാനായിട്ട് ഒക്കുകയുള്ളൂ. അതിനുവേണ്ടി തന്നിരിക്കുന്ന 7 കാര്യങ്ങളാണ്. അപ്പൊ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. നിങ്ങളെ വിളിച്ചപ്പോൾ, വിളിയെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവരും എല്ലാവരിലും ഇരിക്കുന്നവനായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പൊ എല്ലാവർക്കും ഒരേ 7 കാര്യങ്ങൾ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അപ്പൊ ആത്മാവിന്റെ ഐക്യത നാം സമാധാന ബന്ധത്തിൽ കാക്കപ്പെടണമെങ്കിൽ നാം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നാം നടന്നാൽ മാത്രമേ ഒക്കൂ. അതിനുവേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ദൈവം തന്നിരിക്കുന്നു. അപ്പം നാം ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുമ്പോൾ ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കാനായിട്ട് കഴിയും. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ തന്നിരിക്കും? ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒന്ന് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഇവിടെ 4, 5, 6 വാക്യങ്ങൾ തൃത്വത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 4 പറയുന്നു ആത്മാവ് ഒന്ന്, 5 കർത്താവ് ഒരുവൻ, 6 പിതാവ് ഒരുവൻ. അപ്പൊ ഇവിടെ തൃത്വത്തിലുള്ള ആളത്വങ്ങളെ സെപ്പറേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പ്രത്യുത നമ്മൾ ദൈവം വീണ്ടെടുപ്പ്, നമ്മളുടെ ഒരു മനുഷ്യന്റെ ഒരു വീണ്ടെടുപ്പ് പദ്ധതി ഉണ്ടല്ലോ ദൈവത്തിന്. അതിൽ തൃത്വത്തിന്റെ ആ 3 ആളത്വങ്ങൾക്കും പ്രത്യേകമായ എന്താ പറയുന്നത് കടമകളുണ്ട്. അല്ലെങ്കിൽ ആ ഒരു നമ്മളെ ദൈവത്തിന്റെ സ്നേഹത്താൽ ദൈവം നമുക്ക് വേണ്ടി പുത്രനെ ലോകത്തിലേക്ക് അയച്ചു, പുത്രൻ നമുക്ക് വേണ്ടി യാഗമായി, അല്ലെ? അങ്ങനെ ആ തൃത്വത്തിന്റെ ഓരോ പേഴ്സൺ അല്ലെ ഓരോ ആളത്വങ്ങൾക്കും ഒരു യുണീക്കായിട്ടുള്ള ഒരു റോള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അത് നമ്മുടെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ ഉള്ളതാണ്. അത് ദൈവത്തിന്റെ ആ തൃത്വത്തിനൊരു പദവി ഉണ്ട്, അല്ലെങ്കിൽ ഓരോ കടമകളുണ്ട്. അത് നമ്മുടെ മനുഷ്യന്റെ വീണ്ടെടുപ്പ് പദ്ധതിക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ദൈവത്തെ എന്ന് പറഞ്ഞാൽ തൃത്വത്തിന്റെ 3 ആളത്വങ്ങളെയും നാമങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് കാണാനായിട്ട് ഇല്ല. ഓക്കെ, ഇവിടെ നമ്മള്
പറയുന്നത് നമ്മെ ഒരു പ്രത്യാശ, ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. 7 സംഗതികൾ ഉണ്ടെന്ന് പറഞ്ഞതിന്റെ ആദ്യത്തെ ഘടകമെന്ന് പറയുന്നത് എല്ലാവർക്കും പ്രത്യാശ ഒന്ന്, എല്ലാവർക്കും ഒരേ പ്രത്യാശയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ ഒരേ വിളിയാലാ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരേ ഡെസ്റ്റിനിയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യാശയും മാത്രമേ ഉള്ളൂ. ആ പ്രത്യാശ എന്താ? നാം ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ, അല്ലേ? എല്ലാവരെയും ഒരേ വിളിയാൽ വിളിച്ചിരിക്കുന്നു. പലരെ പല സ്ഥലത്തു നിന്നും പല സമയങ്ങളിൽ തലമുറയായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും കുറെ പേരെ വിളിക്കും. പക്ഷെ ഇവരെല്ലാവരും പോകുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവർ എല്ലാവർക്കും ഒരേ പ്രത്യാശയാണ് ഉള്ളത്. ഒരേ ഇടത്തേക്ക് പോകുന്നവരിൽ ഒരേ പ്രത്യാശയും ഒരേ വിശ്വാസവും ഒക്കെ ആയിരിക്കണം. വൺ ഹോപ്പ്, ഒരു പ്രത്യാശ. സഭയിലെ എല്ലാ അംഗങ്ങളും ഒരു ലക്ഷ്യത്തിന് വേണ്ടി വിളിച്ച, അതാണ് ഏതാണ്? ക്രിസ്തുവിന് അനുരൂപമാകുക. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനെ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. വിളിച്ചവരെ വിളിച്ചും വിളിച്ചവരെ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പൊ പുത്രന്റെ അനുരൂപതയിലൂടെ ആകുവാൻ വേണ്ടിയിട്ടാണ് അവൻ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആകേണ്ടത്, അല്ലേ? ആ പുത്രനോട് അനുരൂപപ്പെട്ട് ജീവിക്കാനാണ് നമ്മെ വിളിച്ചത്. ആ ഒരു പ്രത്യാശ മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ ഒരു ഹോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മെ വിളിച്ചത് ക്രിസ്തുവിന് അനുരൂപരായിരിക്കാനാണ്. പക്ഷെ ഈവൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടി പോലും അല്ല നമ്മെ വിളിച്ചത്. കാരണം ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നു, സ്വർഗം തന്നിലും പരിശുദ്ധം അല്ല എന്നാ പറയുന്നത്, അല്ലേ? സ്വർഗം തന്നെ പരിശുദ്ധമല്ല എന്ന് ദൈവം പറയുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന് അനുരൂപരായി ഇരിപ്പാനാണ്. എല്ലാവരും പറയും, എന്തിനാ രക്ഷിക്കപ്പെട്ടത്? എന്തിനാ ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുന്നത്? സ്വർഗത്തിൽ പോകാനാ. അതിനുപോലും അല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ ക്രിസ്തുവിനോട് അനുരൂപരായിരിക്കാൻ, നാം ക്രിസ്തുവിനോടുകൂടെ വസിപ്പാൻ. നരകത്തിൽ ക്രിസ്തു പോയാലും അവിടെ സ്വർഗം തന്നെയായിരിക്കും. അതുകൊണ്ട് നരകത്തിൽ ക്രിസ്തു ആണെങ്കിൽ പോയാൽ, അങ്ങനെ പോയാൽ തന്നെ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതാണ് സ്വർഗമെന്ന് പറയുന്നത്. അപ്പൊ സ്വർഗത്തിലേക്ക് വേണ്ടി അതിനാണ് വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് പോലുമല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കർത്താവ് ഈ ലോകത്തിൽ തന്റെ ശിഷ്യന്മാരെ വിളിച്ച 12 പേരെ നിയമിച്ച് എന്തിനാ? തന്നോടുകൂടെ ഇരിപ്പാനാ വിളിച്ചത്. അതുപോലെ നമ്മയും ദൈവം വിളിച്ചത് തന്നോടുകൂടെ ഇരിപ്പാൻ. അത് ഈ ലോകത്തിൽ മാത്രമല്ല, തന്നോടുകൂടെ ഇരിപ്പാൻ. ആ നിത്യകാലത്തോളം ആ നിത്യതയിലും കർത്താവിനോട് കൂടെ ഇരിപ്പാനാണ്. ഇതാ മനുഷ്യരോടുകൂടെ എൻ്റെ കൂടാരം, അല്ലേ? ദൈവം അവിടെ വസിക്കുന്നു എന്നാ പറയുന്നത്. ആ മനുഷ്യരോടുകൂടെ കർത്താവ് കൂടാരമടിക്കാനായിട്ട് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് തൻ മനുഷ്യ കൂടാരത്തിലേക്ക് വന്നു തന്നെ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തു. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരുടെ ഇടയിൽ ദൈവം കൂടാരമടിച്ചെന്നാ പറയുന്നത്. ആ 14 യോഹന്നാന്റെ സുവിശേഷം 1:14 പറഞ്ഞ ഈ മനുഷ്യരുടെ കൂടാരമടിച്ചെന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇതാ മനുഷ്യരോട് അതിന്റെ എന്താ പരിപൂർണത എന്ന് പറഞ്ഞ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അല്ലേ? അവൻ അവരോടുകൂടെ വസിക്കുമെന്ന് പറയുന്ന പുതിയ യെരൂശലേമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മോടുകൂടെ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് തൻ്റെ പുത്രൻ മൂലം നമ്മെ വീണ്ടെടുത്തു. അപ്പൊ നമുക്ക് ഒരേ ഒരു പ്രത്യാശ മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിന് അനുരൂപമായി. അപ്പൊ എല്ലാവരുടെയും പ്രത്യാശ ഒന്നു മാത്രം. പല സഭകളുണ്ട്, പല വർണ്ണങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാവരുടെയും പ്രത്യാശ ഒന്ന് മാത്രം, ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക, ക്രിസ്തുവിനോട് കൂടെ വസിക്കുക. നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുള്ള നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരം എല്ലാം മാറ്റിയിട്ട് ക്രിസ്തുവിന് അനുരൂപമായ ഒരു ശരീരത്തിലേക്ക് ആക്കി രൂപാന്തരപ്പെടുന്ന അവസ്ഥയിലേക്ക് നാം ആയിത്തീരുന്ന അവസ്ഥ. അപ്പൊ ഈ ലോകത്തിൽ കുറെ നാൾ നമ്മൾ എന്തെങ്കിലും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലല്ല, നാം നിത്യമായ ഒരു പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അതെ, ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാനാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 2 കൊരിന്ത്യർ 4:16 മുതലുള്ള വാക്യങ്ങൾ എപ്പോഴും വായിക്കുന്ന വാക്യമാ. ഒന്ന് വായിച്ചു പോകാം. 2 കൊരിന്ത്യർ 4:16 മുതൽ നമ്മെ ഓർമ്മപ്പെടുത്തുക അതെപ്പോഴും. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു.
ഒരു നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾ കിട്ടുവാൻ ഇടയാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിഷമിക്കാനേ ഉള്ളൂ. കാണുന്ന എന്തുവാ? കയ്യിൽ ചങ്ങലകളാ, ചുറ്റും പടയാളികളാ അല്ലേ? പക്ഷെ കാണുന്നതിനെയല്ല ഞങ്ങൾ, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നോ താൽക്കാലികം, കാണാത്തോ നിത്യം. ആ കർത്താവ് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ തനിക്ക് സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ പ്രത്യാശയാണ് ക്രിസ്തുവേശുള്ള എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ഈ ലോകത്തിൽ അയ്യോ കർത്താവേ, എൻ്റെ രോഗം മാറണം, എനിക്ക് സമാധാനം വരണം, രോഗം മാറണം, സമാധാനം നമുക്ക് കിട്ടാം. രോഗം മാറിയില്ലെങ്കിലും ഈ താഴ്ചയുള്ള ശരീരം അങ്ങ് മാറിയിട്ട് ക്രിസ്തുവിന് അനുരൂപമുള്ള ശരീരത്തിൽ നാം ആയിത്തീർന്നാൽ മാത്രം മതി. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അനുരൂപമായി ഈ ലോകത്തിൽ കർത്താവിന് അനുരൂപമായി അടുത്തതിലേക്ക് പോകാൻ എനിക്കൊക്കില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇച്ചിരിയുടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിർത്താം. അപ്പം പോകാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് തടയിടുന്ന അനേകം കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തിലുണ്ട്. നമ്മുടെ കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 4:4 പറയുന്നുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. കർത്താവ് ഈ ലോകത്തിൽ ഒരു സഭയെ തനിക്ക് വേണ്ടി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി കൊടുപ്പാനായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ക്രിസ്തുവിന്റെ സഭയുടെ അംഗങ്ങളാണ്. ആ ശരീരത്തിന്റെ അംഗങ്ങളാകുമ്പോൾ ക്രിസ്തുവിന് യോഗ്യമാവണ്ണം നടക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മള് ക്രിസ്തുവിന്റെ ഒരു മണവാട്ടിയെ ഈ ലോകത്തിൽ ദൈവം രൂപപ്പെടുത്തുന്നത് പോലെ തന്നെ സാത്താനും തനിക്ക് വേണ്ടി ഒരു മണവാട്ടിയെ രൂപപ്പെടുത്തുന്നുണ്ട്. അവളെ പോലെ അനുരൂപമാക്കാൻ നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ അതിന് അനുരൂപമാകാതെ, ആ വിളിയിലേക്ക് പോകാതെ ക്രിസ്തുവിന്റെ അനുരൂപരായി നാം ജീവിക്കണം. അതിനുവേണ്ടിയാ ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ക്രിസ്തുവിന് അനുരൂപമായി രൂപാന്തരപ്പെടുവാനുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് ദൈവവചനത്തിലൂടെ എങ്ങനെ ഒരുങ്ങണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും നമ്മളായിരിക്കണം. അതിനുവേണ്ടി എങ്ങനെ ഒരുങ്ങണമെന്നുള്ള കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനക്കാൽ നമുക്ക് എഴുതി വെച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ മാത്രം പോയാൽ മതി. അങ്ങനെ പോയാൽ മാത്രമേ ക്രിസ്തുവിന് ആ നിർമ്മല കന്യയെ നമ്മൾ വിവാഹം നിശ്ചയം ചെയ്ത ആ മണവാട്ടിയായി തീരുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നാം എല്ലാവരും മനസ്സിലാക്കണം, നമ്മെ അതിൽ നിന്ന് തെറ്റിക്കാനായിട്ട് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഇടയിൽ വന്നു ചേർക്കാം. എത്രത്തോളം നിങ്ങൾ ക്രിസ്തുവിനോട് അടുക്കാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം നമ്മെ ക്രിസ്തുവിൽ നിന്ന് തിരിക്കാനായി എതിർ ഫോഴ്സസ് ഉണ്ട് അല്ലേ. ന്യൂട്ടന്റെ തേർഡ് ഫോഴ്സ് പോലെ നമ്മൾ എത്രത്തോളം കർത്താവിനോട് അടുത്തിരിക്കുമോ അത്രത്തോളം നമ്മെ അതിൽ നിന്ന് പിടിക്കാനായിട്ട് നമ്മൾക്ക് ബുദ്ധിമുട്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, വചനം പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ കളയും. ആരെങ്കിലും ഫോൺ വിളിക്കും, അതിനോട്ട് പോയിരിക്കും. പിന്നെ വേറെങ്കിലും ചിന്തിക്കണമെന്ന് അപ്പോഴായിരിക്കും അരി അടപ്പായിട്ടിരിക്കുന്ന കാര്യം ഓർക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോകണമെന്ന് തോന്നും. ഇതെല്ലാം നമ്മെ തിരിക്കുന്ന കാര്യങ്ങളാ. അത് നമ്മൾ വിചാരിക്കുമോ അതൊക്കെ നിമിത്തമായിട്ട് സംഭവിച്ചു. അതൊന്നും നിമിത്തമായിട്ട് സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ സമയം ത്തിൽ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ആത്മീക പക്വത ഉണ്ടായിരിക്കണം. ശിശുക്കളെ പോലെ വെറുതെ കരയരുത്. യൗവനക്കാരെ പോലെ വചനം പഠിക്കണം, സാത്താനോട് എതിർത്ത് നിൽക്കണം. പ്രായമുള്ളവരെ, അപ്പച്ചന്മാരെ, പിതാക്കന്മാരെ പോലെ
ക്രിസ്തുവിന്റെ നിറവിനോളം, ദൈവത്തിന്റെ നിറവിനോളം ആയിത്തീരണം. അങ്ങനെ ആയിത്തീർന്ന പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അതുപോലെ ലോകത്തിനും ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അത് പിതാക്കന്മാരുടെ സ്വഭാവമാണ്. താൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുക, ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നാം ഏത് കാര്യങ്ങളിലൊക്കെ ഇനി ക്രൂശിക്കപ്പെടാനുണ്ടെന്ന് നമ്മെ തന്നെ ചെക്ക് ചെയ്യുക. അതുകൊണ്ട് നാം ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളർന്നാൽ മാത്രമേ സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം 1 മുതൽ 3 വരെ അധ്യായത്തിൽ ഉപദേശങ്ങളെല്ലാം പഠിപ്പിച്ചു. 4 അധ്യായത്തിൽ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് 6 അധ്യായം അത് നടക്കേണ്ടെന്ന് പഠിച്ചിട്ട് 6 അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ സർവായുധവരം വർഗം ധരിച്ചു. അതുകൊണ്ട് എതിർത്ത് നിൽപ്പാനും ദുർദിവസത്തിൽ ഉയർച്ചു നിൽക്കേണ്ടതിനും ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം, ദുർദിവസം വരുന്നുണ്ട്, സർവായുധ വർഗം ധരിച്ചുകൊള്ളുവൻ, അല്ലെ? ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കുന്നതായ വിശ്വാസമെന്ന പരിചയം എല്ലാം നാം ധരിച്ചുകൊണ്ട് നിൽക്കുക. അവിടെ നമ്മൾ പഠിക്കും അതെല്ലാം ധരിച്ചുകൊണ്ട് നിന്നാൽ മാത്രമേ ക്രിസ്തുവിന് അനുരൂപതയിലേക്ക് നാം ആയിത്തീരുവാനായിട്ട് കഴിയുള്ളൂ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ഐക്യത ഉള്ളതാണ്, നാം ഐക്യത നശിപ്പിക്കരുത്. നാം നമ്മാലാവോളം സമാധാനത്തോടെ ഇരിപ്പിൻ. നാം സമാധാനം ഉണ്ടാക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നാം സമാധാനമുള്ളവരായിരിക്കുക. ക്രിസ്തുവിന്റെ ഭാവം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.